നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹൈക്കോടതി കേന്ദ്രമാക്കിയാണ് മുമ്പ് CMRL കൊടുത്തൊരു ഹർജി ഞങ്ങളെ ഇഡിയുടെ അന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മുടെ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് കൊടുത്തതിലാണ് 2 ദിവസം മുമ്പ് ഹൈക്കോടതിയുടെ 4 ദിവസം മുമ്പേ 4 ദിവസമായി, ഇപ്പൊ 4 ദിവസമാകുന്നു. ഹൈക്കോടതിയുടെ ചൊവ്വാഴ്ച ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നത് ഇഡിയുടെ നീക്കങ്ങളെല്ലാം വളരെ കൃത്യമാണ്, പ്രഥമദൃഷ്ട്യാ അത് നിലനിൽക്കുന്നതാണെന്ന് പറഞ്ഞതിന്റെ പിറ്റേന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ താമസിക്കുകയായിരുന്ന മകളായിക്കൊള്ളട്ടെ, മരുമകനായിക്കൊള്ളട്ടെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, ആരായാലും ഈ ഇഡി പ്രതിസ്ഥാനത്ത് വെച്ചിരിക്കുന്ന ഒരാൾ കേരളത്തിൽ 10 നടന്ന റെയ്ഡിൽ ഒരു കേന്ദ്രം മാത്രമാണ്. അവിടെ വീണ വിജയൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ വിജയന്റെ മൊഴിയെടുക്കാനായിട്ട് അവർ നേരെ പുലർച്ചെ 6 മണിക്ക് ചെല്ലുകയാണ്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ കേസിലെ കൂട്ടുപ്രതിയാണ്. ബാക്കി ഈ CMRLന്റെ MD മാത്രമല്ല, അല്ലെങ്കിൽ CMRLന്റെ ആൾക്കാർ മാത്രമല്ല, അതിലെ കൂട്ടുപ്രതി ഒരു 12 അടുത്ത് റെയ്ഡ് ചെയ്തതിൽ ഒരു കേന്ദ്രം. അപ്പൊ എല്ലാം അവർക്ക് ഈ വീണ വിജയന്റെ ബന്ധത്തിലാണ്. മരുമകൻ റിയാസിന്റെ വീട് റെയ്ഡ്, കോഴിക്കോട് റെയ്ഡ്, പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്തത് ഒക്കെ ഈ 3 നടത്തും. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടായതും അത് കൂനിന്മേൽ കുരു പോലെ CMRLന്റെയും വീണ വിജയന്റെയും തലയിൽ ഇത് വന്ന് പതിച്ചതും. അത് 10-16 പേരെ അക്രമം നടത്തിയ എല്ലാവരും അറസ്റ്റ് ചെയ്തില്ലെങ്കിലും ഇപ്പൊ ഏതാണ്ട് 21 പേര് അറസ്റ്റിലായി. ഇന്ന് രാവിലത്തെ കണക്കൂടെ എടുക്കുമ്പോ 21 പേര് അറസ്റ്റിലായി. പക്ഷേ നേതാക്കളൊന്നുമില്ല. അതായത് ഗൂഢാലോചന, ആസൂത്രണം, ഇത് രണ്ടിലും പെട്ടിരിക്കുന്ന ആൾക്കാരെ ഇതുവരെ പിടികൂടിയിട്ടില്ല. എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം, കാരണം ഫോൺ രേഖകളുണ്ട്, ഫോണിൽ സംസാരിച്ച വോയിസ് മെസ്സേജിന്റെ ക്ലിപ്പുകളുണ്ട്, ഇതെല്ലാം ഇപ്പൊ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ആസൂത്രണം ചെയ്ത അക്രമത്തിന് ഗൂഢാലോചന നടത്തിയ ആൾക്കാരെ ആരെയും തൊട്ടിട്ടില്ല. അതെ. ഇപ്പോൾ നമ്മൾ കേരളം കാത്തിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: കെ നിലവറ എപ്പോൾ തുറക്കും? അല്ലേ? നല്ല ചോദ്യം. കെ നിലവറ തുറക്കുന്നതിന് മുമ്പ് അതെ, എല്ലാം കെ ആണല്ലോ. ഇപ്പഴാ കെ നിലവറയുമായി. ഈ കെ നിലവറ തുറക്കുന്നതിന് മുമ്പേ ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോൾ ഈ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ഉണ്ടല്ലോ, ഹൈക്കോടതി, ആ വിധി സ്റ്റേ ചെയ്യണമെന്നും തങ്ങൾക്കെതിരായ ഇഡിയുടെ മുഴുവൻ നടപടികളും നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് വീണ്ടും ഡിവിഷൻ ബെഞ്ചിന് CMRL ഹർജി കൊടുത്തു കഴിഞ്ഞു. അതേ പണി തന്നെയാണ്. അതായത് ഈ വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് വീട്ടിന്റെ അലമാരക്കകത്ത് വെക്കുക. ആദ്യം തോളത്ത് വെച്ചു, ഇനിയിപ്പോൾ വീട്ടിന്റെ അലമാരക്കകത്ത് വെക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കെ നിലവറ തുറക്കുന്നതിനേക്കാൾ ആരെല്ലാം നിലവറയ്ക്ക് അകത്താവും എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്നറിയാമോ? ഈ ഹർജി നമ്പറിട്ട് ബെഞ്ചിലേക്ക് പോയോ എന്ന് വ്യക്തമല്ല. അത് ചിലപ്പോൾ തിങ്കളാഴ്ചയാവാം, ചിലപ്പോൾ ചൊവ്വാഴ്ച. എന്തായാലും ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഈ ഹർജി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഹർജി പരിഗണിക്കുമ്പോൾ ഒരു വലിയ കൂടെ ഇപ്പം വന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഇഡി ഇതുവരെ തങ്ങൾക്ക് ലഭിച്ച മുഴുവൻ തെളിവുകളും, അതായത് ഈ വീണയെ ചോദ്യം ചെയ്യുകയും വീണയുടെ ബന്ധുക്കളുടെ വീട് ഒക്കെ പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നൊക്കെ കിട്ടിയ രേഖകൾ, ബാങ്ക് രേഖകൾ, ഇതെല്ലാം അടക്കം മുഴുവൻ തെളിവുകളും ഇഡി കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കോടതിയിലെ ഹാജരാക്കും. അങ്ങനെ കോടതിയിൽ ഹാജരാക്കി അത് കോടതി രേഖകളിൽ വരവ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പബ്ലിക് ഡൊമൈനാണ്, പുറത്തു വരും. അതായത് മുന്നോട്ടുള്ള കേസിൻ്റെ അന്വേഷണത്തെ ബാധിക്കില്ല. ഈ തെളിവുകൾ ഇപ്പോൾ കോടതിയിൽ കൊടുക്കുന്നത് കൊണ്ട് മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രതികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നു മാത്രമല്ല, മുൻകൂർ ജാമ്യം കൊടുക്കാനും ചിലപ്പോൾ സാധിക്കില്ല. അതായത് മുൻകൂർ ജാമ്യം നേടി അറസ്റ്റ് ഒഴിവാക്കി പുറത്ത് നിൽക്കാനുള്ള ഒരു പരിശ്രമത്തെ അവർ തന്നെ സ്വയം തല്ലിക്കെടുത്തിയിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ശരിയായ നിർവചനം കൊടുക്കേണ്ടത് നിയമവിദഗ്ധരാണ്. ഞാനൊരു നിയമവിദഗ്ധനല്ല, മാധ്യമപ്രവർത്തകൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അത്ര ആഴത്തിൽ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. എങ്കിലും ലഭ്യമായ സൂചനകൾ വെച്ച് ഇഡി ഈ കൊടുക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാളെ ഇഡിയുടെ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എനിക്ക് മുൻകൂർ ജാമ്യം വേണം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ
ആ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാഹചര്യങ്ങളെ ഇവർ തന്നെ അടയ്ക്കുകയാണ്, അടച്ചിരിക്കുകയാണ്. വീണ വിജയൻ ഒരു അറസ്റ്റിനുള്ള സാധ്യത തെന്നി നീങ്ങി പോവുകയാണെങ്കിൽ CMRLന്റെ തിരിച്ചു വിളിച്ച് വീട്ടിനകത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, വേലി കിടന്ന പാമ്പിനെ എടുത്ത് അലമാരിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കെ നിലവറ എന്ന് പറയാൻ മറ്റൊരു കാരണമുണ്ട്. വീണ വിജയന്റെ HDFC ബാങ്കിലെ ആ ലോക്കർ അത് ED തുറക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ചും കൂടി ഒരുപാട് പറയാനുണ്ട്. അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. 1 ലക്ഷം രൂപയുടെ FD എന്തോ അക്കൗണ്ടിലുള്ളൂ. പക്ഷേ ഈ അക്കൗണ്ടുമായി കണക്ട് ചെയ്തിരിക്കുന്ന 1.5 ലക്ഷം രൂപ. അതെ, 1.5 ലക്ഷം രൂപയാണ് അക്കൗണ്ടിലുള്ള. ഈ അക്കൗണ്ടുമായി കണക്ട് ചെയ്തൊരു ലോക്കറുണ്ട്. അതെ, ദുബായിലല്ല, ദുബായ് ബാങ്ക് അല്ല, ഇവിടെ തന്നെ. ഇവിടുത്തെ ദുബായ് ബാങ്ക് വേറെ, അത് വേറെ, അതിൽ വേറെ. പക്ഷേ ഇത് അവിടെ ലോക്കർ സംവിധാനം ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ല, അതിന്റെ കഥ വേറെയാണ്, അത് ഞാൻ പറയാം. അത് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അവിടെയും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എത്രയോ കോടി വേണം അല്ലേ? അവിടെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലാണ് ഇപ്പോൾ ആ അക്കൗണ്ട് പ്രവർത്തനരഹിതമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാൻ അതിന്റെ വിശേഷങ്ങളിലേക്ക് വരാം, ഇത് പറഞ്ഞതിന് ശേഷം വരാം. പറഞ്ഞോളൂ. ഈ HDFC ബാങ്കിൽ ഈ ലോക്കർ തുറക്കുന്നതോടെ EDയുടെ 90% ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ആ കെ നിലവറ, HDFC ബാങ്കിലെ ആ കെ നിലവറ തന്നെ തുറക്കും. നമ്മുടെ പത്മനാഭ സംശയത്തിലെ B നിലവറ തുറന്നതുപോലെ EDക്ക് പല വിവരങ്ങളും. പക്ഷേ ED എന്തൊക്കെ ആ കെ നിലവറയിൽ നിന്നും എടുക്കുന്നോ ഇതെല്ലാം പ്രശാന്ത് നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിക് ഡൊമൈൻ ആകാൻ പോവുകയാണ്. എക്സിബിറ്റ് 1, 2, 3 ആകാൻ പോവുകയാണ്. അതിന് ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായിരിക്കും. സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ നടക്കുന്നത് പോലെ ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടമായിരിക്കും ഈ കേസിലുണ്ടാകുക. അല്ല, അത് കാരണം ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടായിക്കോട്ടെ ഇല്ലാതായിക്കോട്ടെ, ഈ കേസിൽ വേറെയും ഒരുപാട് ദുരൂഹതകളുണ്ട്. നമ്മൾ ഈ പുറമേ കാണുന്ന ഈ ED അന്വേഷണം, പിന്നെ CMRLന്റെ ഈ 1.72 കോടിയിൽ തുടങ്ങി ഇപ്പോൾ 2.78 കോടിയിലെത്തി നിൽക്കുകയാണ്. 50 ലക്ഷം രൂപ വായ്പ എടുത്തു. ഇതിനെല്ലാം അപ്പുറത്ത് നമ്മൾ കാണാത്ത മറ്റ് ചില സംഗതികൾ വീണയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതാണ് ഈ അന്വേഷണത്തെ, ED അന്വേഷണത്തെ ഇവർ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. ഇത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കുറേ കൂടി വ്യക്തമായി, കുറേ കൂടി ഈ എന്താ പറയുക, അതിൻ്റെ ഈ പുറംപൂച്ചുകളെല്ലാം പൊളിച്ച് അകത്തുള്ളത് എന്താണെന്ന് ഏതാണ്ട് ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം. അതായത് ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് ഉണ്ടല്ലോ, ആ ബാങ്കിൽ ഈ നേരത്തെ ആ ബാങ്കിലെ 2 ജീവനക്കാരെ ആ ബാങ്ക് പുറത്താക്കി. ഈ 2 പേരും മലയാളികളാണ്. ഇവരെ എന്തിന് പുറത്താക്കി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവരെ പുറത്താക്കിയതിന് കാരണം ആ ബാങ്കിൽ അതീവ രഹസ്യമായിട്ട് ഈ വീണ തായ്ക്കണ്ടി അഥവാ വീണ വിജയൻ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു അക്കൗണ്ടിനെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ അവർ ബാങ്കിൻ്റെ മേലധികാരികൾ അറിയാതെ പുറത്തുവിടുകയല്ല ചെയ്തത്, ED പോലെയുള്ള ചില ഏജൻസികൾക്ക് കൈമാറി. അപ്പോൾ അതിൻ്റെ അർത്ഥം രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ED അതീവ രഹസ്യമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നല്ലേ? ED അവിടെ കയറി. അപ്പോൾ ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഡയറക്റ്റായിട്ട് ചെന്ന് EDക്ക് വിവരങ്ങൾ എടുക്കാൻ EDക്ക് സാധിക്കില്ല. അപ്പോൾ അതിന് പകരം അവരെന്ത് ചെയ്തു? അതീവ രഹസ്യമായിട്ട്, അതൊക്കെ പല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചെയ്യും. ഈ ബാങ്കിൽ ജോലി ചെയ്യുന്ന ചില ജീവനക്കാരെ അവർ പതുക്കെ തന്ത്രപൂർവ്വം വളച്ചെടുത്ത് അവർ വഴി ഈ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കും. നമ്മൾ പല സിനിമയിലും അതൊക്കെ കണ്ടിട്ടുണ്ട്. വീണ വിജയന്റെ മൊഴി എടുക്കാൻ വന്നപ്പോൾ പോലും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. കാരണം അത് HDFCയിലെ ഒരു സീനിയർ മാനേജർ, ഒരു ലേഡിയാണ്. അവർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. ഇനി രസം എന്താണെന്നറിയാമോ? ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത്, അതിലെ വീണയുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് വീണയുടെ മാത്രം അക്കൗണ്ടല്ല, അതൊരു സുനീഷ് M എന്നൊരാളുമായിട്ടുള്ള സംയുക്ത അക്കൗണ്ടാണ്. ആരാണ് ഈ സുനീഷ്? എന്താണ് സുനീഷും വീണയുമായിട്ടുള്ള ബന്ധം? സുനീഷ് വീണയുടെ ഏതെങ്കിലും ബിസിനസ്സിൽ പാർട്ട്ണറാണോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരാനുണ്ട്. ഇത് ഈ അബുദാബി മീഡിയ സിറ്റിയിൽ എക്സാലോജിക് കൺസൾട്ടൻസി എന്നൊരു ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. ഈ ഓഫീസിന് വേണ്ടിയിട്ടാണ് ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചത്.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു കറണ്ട് അക്കൗണ്ട് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇത് സേവിങ്സ് അക്കൗണ്ട് അല്ല. അതുപോലെ ഈ സുനീഷ് എന്നൊരു വ്യക്തി, ഈ സുനീഷ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല ഇതുവരെ. ഇങ്ങനൊരു ഈ അക്കൗണ്ട് സംയുക്തമാണ്, ജോയിന്റ് അക്കൗണ്ടാണ്. ഇത് മാത്രമാണ് നമുക്ക് അറിയുന്നത്. നമ്മൾ അറിയാത്ത കാര്യം അറിഞ്ഞൂടാന്ന് തന്നെ പറയണം. അപ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യം, ഈ സുനീഷ് എമ്മും എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു ഡയറക്ടറേ ഉള്ളൂ അല്ലേ? അത് വീണ മാത്രമാണെന്ന് വ്യക്തമാണ്. അങ്ങനെ വീണ മാത്രം ഡയറക്ടറായിരിക്കുന്ന കമ്പനിയിലെ ഒരു വിദേശത്ത് ദുബായിലെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് എടുക്കുമ്പോൾ ഒരു ജോയിന്റ് അക്കൗണ്ട് എടുത്തത് എന്തിനാണ്? സ്വാഭാവികം ഈ സുനീഷും അവിടുത്തെ ഡയറക്ടർ ആയിരിക്കും ദുബായ് ഹോൾഡിംഗിൽ. നമുക്ക് അല്ലാതെ കമ്പനിയുടെ പേരിൽ എടുക്കാൻ പറ്റില്ല. അല്ല, നമുക്ക് വ്യക്തമല്ല. അല്ല, ഞാൻ പറയുന്നത് എനിക്കറിയാം, ദുബായിൽ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ കമ്പനി ഡയറക്ടർമാർക്ക് ഈ ആളിനും സ്വാഭാവികമായിട്ടും ഈ ആളിനും കമ്പനിക്കകത്ത് ഷെയർ ഉണ്ടാവും എന്ന് ഇത് നമ്മുടെ നിഗമനമാണ്. ഇരിക്കട്ടെ, നമുക്കത് സ്ഥിരീകരിക്കണമെങ്കിൽ ഔദ്യോഗികമായിട്ട് ആരെങ്കിലും പറയണം അല്ലേ? ശരി, ഇത് നമ്മുടെ അറിവിൽപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ അക്കൗണ്ടിൽ SNC ലാവലിൻ, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്നീ വിദേശ കമ്പനികളിൽ നിന്ന് ഏതാണ്ട് 6 കോടി രൂപ എത്തിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ SFIOയിൽ കേസ് കൊടുത്തിരിക്കുന്ന, ഹർജി കൊടുത്തിരിക്കുന്ന ഷോൺ ജോർജിന് അറിയാം. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും SNC ലാവലിൽ നിന്നും 6 കോടി രൂപ എത്തിയിട്ടുണ്ട്. ഈ കിഫ്ബി മസാല ബോണ്ടിന്റെ ഭൂരിഭാഗവും വാങ്ങിയത് ലാവലിനുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള, അതായത് ലാവലിൻ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള മറ്റൊരു കമ്പനിയാണ്. ഇതിന്റെ സഹോദര സ്ഥാപനം എന്ന് തന്നെ പറയാം. ഞാൻ അതിന്റെ പേര് മറന്നുപോയി ഇപ്പോൾ. തോമസ് ഐസക് വെള്ളം കുടിക്കുന്നതിന്റെ കാര്യം. തോമസ് ഐസക് ഈ വീണയെയും ഈ CMRLനെയും ഒക്കെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നതിന്റെ പുറകിലെ രഹസ്യമൊക്കെ ഇതാണ്. അല്ല, ഇപ്പോഴും ദേശാഭിമാനി ലേഖനം എഴുതിയിട്ടുണ്ട്. ED ആര് ഭയപ്പെടുന്നു? ഇത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. മടിയിൽ കനമില്ലാത്തവന് ഉത്തരം ഞാൻ. അതെ, എന്നെ വിളിച്ചു വരുത്തി നിലവിളിച്ചതല്ലേ? അതെ അതെ. എന്താണ് മസാല ബോണ്ട് നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ അവരെ പഠിപ്പിക്കാൻ ചെന്നതാണ്. അവർ ഇനി സംശയിച്ച് വിളിപ്പിക്കുന്നു, ഉള്ളെ പിടിച്ചിടും എന്ന് പറഞ്ഞപ്പോഴാണ്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തില് പല പദ്ധതികളുടെയും വളരെ കൃത്യമല്ലേ ഡാറ്റ വിറ്റ വകയിൽ. അതെ, അന്ന് നമ്മൾ ഉയർത്തിയ ചോദ്യം, എത്ര വെള്ളിക്കാശിനാണ് മാധ്യമങ്ങൾ ചോദിച്ച, ഞാനത് സംബന്ധിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട് കേസരി വാരികയിൽ. എത്ര വെള്ളിക്കാശിനാണ് പിണറായി വിജയൻ കേരളത്തിലെ ജനതയുടെ രഹസ്യങ്ങൾ, അവരുടെ ജനിതക രഹസ്യങ്ങൾ തൂക്കിവിറ്റത്? അതായിരുന്നു ആ ലേഖനത്തിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരമാണ് ആ ലേഖനം. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലാണല്ലോ അന്നത് കൊണ്ടുവന്നത്. അതെ അതെ, രമേശ് ചെന്നിത്തലയാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. ഇവിടെയാണ് ഒരു വലിയ വിഷയം കിടക്കുന്നത്. എന്തുകൊണ്ട് ഈ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ ഈ വിഷയത്തിൽ ഒരു മെല്ലെപ്പോക്ക്? അത് BJP വളരും, CPM-നെ തകർത്ത് BJP വളരും എന്ന് ഭയന്നിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവരോട് പറയണ്ട. വേറെ ആരോടും. ഇന്നലെ VD സതീശന്റെ മറുപടി കൃത്യമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോൺ എടുത്ത് മോദിയോട് ചോദിച്ചു, സതീശൻ ആദ്യമായി വന്നതല്ലേ, എന്നാൽ പിന്നെ ഒരു വരം ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ മുഖ്യമന്ത്രി വീട്ടിലേക്ക് ED-യെ വിടണം. ശരി, ഇതാ ഫോൺ എടുത്ത് ED-യെ വിളിക്കുന്നു. എന്നിട്ട് സതീശൻ തന്നെ കളിയാക്കി, ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ കളിയാക്കി വിട്ടു. അത് വളരെ സതീശൻ്റെ നിലപാടിന് വ്യക്തമാണ്. എനിക്കറിയേണ്ട, ഞാൻ ചോദിക്കുന്നത്, മന്ത്രിസഭ എന്നെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഞാൻ മന്ത്രിസഭയിലേക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ രമേശ് ചെന്നിത്തല, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി പദം ഏറ്റെടുത്തു? അപ്പോൾ മുഖ്യമന്ത്രി ആകാൻ ശ്രമിച്ചതും ഇത്തരം കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം കാര്യങ്ങളിൽ തന്റെ ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കി. അല്ല, എന്നാലും പറയുമ്പോൾ ഈ ഇതെല്ലാം കെ നിലവറ തുറക്കുമ്പോൾ അറിയാം ആരൊക്കെയാണ് സഹായിച്ചത്. ഈ ഞാൻ പറഞ്ഞു വന്നത്, അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഈ പറഞ്ഞ ജോയിന്റ് അക്കൗണ്ട് എങ്ങനെ വന്നു, അതിൽ ആരെല്ലാം പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം രേഖകൾ, തെളിവുകൾ ED-ക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ അവിടെ ജോലി ചെയ്തിരുന്ന 2 ജീവനക്കാർ ഏതോ വിധത്തിൽ ED വളരെ സമർത്ഥമായിട്ട് അവരെ ഉപയോഗിച്ച് ആ രഹസ്യങ്ങളെല്ലാം
ചോർത്തിയെടുത്തു. പക്ഷേ വീണ പരാതി കൊടുത്തു. സ്വാഭാവികമായിട്ടും ഇവരെ ബാങ്ക് പുറത്താക്കും. അത് എല്ലാ ബാങ്കുകളും ചെയ്യും. അല്ല, ഇവിടുന്ന് പരാതി പോയി കാണും. പോലീസ് ഇതൊക്കെ ചെയ്യും. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേസ് അന്വേഷിച്ച് കോടതിയിൽ തെളിവ് സഹിതം ചാർജ് ഷീറ്റ് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അതിനവർ നമ്മൾ തന്നെ ഒരു വിവരം കിട്ടാൻ, ഒരു വാർത്ത കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം അടവുകൾ പ്രയോഗിക്കും. പണം കൊടുക്കുന്ന നമ്മൾ ചിലപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ഒരു ആള് മാറി വേഷം മാറിയൊക്കെ ചെല്ലും. ഞാൻ മാധ്യമപ്രവർത്തനം എന്നൊരു സാധാരണക്കാരനാണെന്നും പറഞ്ഞൊരിടത്ത് ചെന്നൊരു വിവരം നമ്മൾ എടുക്കും, അല്ലേ? അതുപോലെ ചിലപ്പോൾ പോലീസുകാരിൽ നിന്ന് വിവരം നമ്മൾ ചോർത്തിയെടുക്കാൻ നമ്മൾ അങ്ങനെ ശ്രമിക്കും. നമുക്ക് ആ വാർത്ത ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി നമ്മൾ മെനക്കെട്ട് പ്രവർത്തിക്കും. നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ല, നിയമവിധേയമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ് ED ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കെ നിലവറ എന്ന് പറയുമ്പോൾ അത് വെറുമൊരു കെ നിലവറയല്ല, അത് വെറും ഒരു CMRLൻ്റെ ഏതാനും കോടി 180 കോടിയുടെ വിഷയമല്ല. ഈ 180 കോടിയുടെ അനാവശ്യ ചെലവ്, അതാണല്ലോ IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കേസ് തുടങ്ങാൻ കാര്യം. ഈ 180 കോടി നിങ്ങൾ അനാവശ്യ ചെലവ് ചെയ്തത് കൃത്യമായി, കാരണം KSIDCക്ക് ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രൂപീകരിച്ചിരിക്കുന്ന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഒരു സംരംഭത്തിന്, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിന് 13.5% ഷെയറുള്ള ഒരു സ്ഥാപനമാണ് CMRL. അത് ഇദ്ദേഹത്തിൻ്റെ സ്വകാര്യ കമ്പനിയല്ല. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഒരു പൊതുമേഖലാ സ്ഥാപനം പാലിക്കേണ്ട മാനദണ്ഡങ്ങളും മര്യാദകളും ഉണ്ട്. അത് തെറ്റിച്ചപ്പോഴാണ് വിഷയം തുടങ്ങുന്നത്. അത് തെറ്റിച്ചപ്പോഴാണ് IT-കാർ കുത്തിന് പിടിച്ചത്. അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. അവിടെ ആ ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡിന് മുന്നിൽ വന്നിരിക്കുന്ന വിഷയത്തെ നേരെ SFIOയിലേക്ക് ഒരു പരാതി പോകുന്നു. ടാക്സ് ഒക്കെ അടച്ചു, സമ്മതിച്ചു. പക്ഷേ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് പരാതി പോയി. അതൊരു സെമി ജുഡീഷ്യൽ പവർ ഉള്ള ഒരു പിന്നെ സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു ബോഡിയാണ്. അവർ കൃത്യമായിട്ട് ചോദിച്ചു എന്താണ്. അവിടെ അന്വേഷണം മുറുകിയപ്പോഴാണ് ഇതിനകത്ത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് പ്രഥമ ദൃഷ്ട്യാ ചില തെളിവുകൾ ലഭിക്കുന്നത്. ആ തെളിവുകൾ ലഭിച്ചപ്പോഴാണ് ED വന്നത്. ഇല്ലെങ്കിൽ ED ഈ കേസിൽ വരേണ്ട കാര്യമേ ഇല്ലല്ലോ. ED വന്നതിൻ്റെ കാരണം തന്നെ അതാണ്. PMLA എന്ന് പറയുന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ചുമത്താനുള്ള കാരണം എന്താണ്? പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ട്. ഇല്ലേ ഒരു കോടതി കേസ് നിൽക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കോടതിയിൽ ചെന്നിട്ട് ഒരു തെളിവുമില്ലാതെ നാളെ ഞാൻ പറയുകയാണ് രാജേഷ് ജി കള്ളപ്പണം വെളുപ്പിച്ചു, അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണ് പ്രശാന്ത് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറഞ്ഞാൽ കേസ് നിൽക്കൂ? എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിലല്ലേ നിൽക്കുള്ളൂ, ഇല്ലേ? ഇപ്പം ഞാൻ വിളിച്ച് EDയുടെ അടുത്ത് പറയുകയാണ്, പിന്നെ എനിക്കൊരു ഇൻഫർമേഷൻ തരാനുണ്ട്, ഇങ്ങനെ രാജേഷ് എന്ന് പറയുന്ന ആൾ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട്. ശരി, നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാൻ എന്താണ് കാരണം? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഇതായിരിക്കും ഉദ്യോഗസ്ഥരാദ്യം തിരിച്ചു ചോദിക്കും. അതെ, ഇത് ഈ പഴയ മോഹൻലാൽ സിനിമകളെ കണ്ടിട്ടിങ്ങനെ ഈ രാജാവിൻ്റെ മകൻ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ കള്ളക്കടത്തുകാരെ എങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുക, അതെ, അങ്ങനെ കുറേ സിനിമകളുണ്ട് മോഹൻലാലിൻ്റെ. അപ്പം അവർ കേന്ദ്ര ഏജൻസികൾ വരുന്നു, അവർ അന്വേഷിക്കുന്നു, അതെ, അവർ തോറ്റുമടങ്ങുന്നു, പെട്ടി തുറക്കുമ്പോൾ മറ്റേ പഴയ ജട്ടിയും മറ്റേ തോർത്തും മാത്രമേ കാണുള്ളൂ, അങ്ങനെയൊക്കെയുള്ളൊരു അത് നമ്മുടെ ജനത്തിന്റെ മനസ്സിലുണ്ട്. അല്ലെ ഈ ജനത്തിലല്ല, രാഷ്ട്രീയ നേതാക്കളുടെ മനസ്സിൽ ഇതുണ്ട്. 20ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ സ്വർണം കടത്തുന്ന ടയറിനകത്ത് സ്വർണം. അപ്പൊ ഇതൊക്കെ സിനിമയിൽ നടക്കും, പക്ഷെ ഇതൊന്നും യാഥാർത്ഥ്യത്തിൽ അതുപോലെയല്ല. ദേശീയ ഏജൻസികൾ വരുന്നത്, ഈ ദേശീയ ഏജൻസി പോട്ടെ, നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിലെ ഒരു സാധാരണ പോലീസുകാരൻ വിചാരിച്ചാൽ ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും നമ്മുടെ നിയമങ്ങളും അത്ര സുശക്തമാണ്. ഇരിക്കട്ടെ, ഇതിൻ്റെ പുറകിൽ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ഇതിൻ്റെ പുറകിൽ കേവലം ഒരു CMRLുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് മാത്രമല്ല. ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ എങ്ങനെ ഈ പണം വന്നു? ഈ പറയുന്നത് പോലെ 6 കോടി രൂപ വന്നു എന്ന് പറയുന്നു. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും ലാവ്ലിൻ കമ്പനിയുമായിട്ട് എന്താണ് ഇടപാട്? ഈ അക്കൗണ്ടിൽ എന്തിനാണ് ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങിയത്? ഈ ജോയിൻ്റ് അക്കൗണ്ടിൽ പറയുന്ന സുനീഷ് എന്ന് പറയുന്ന ഈ വ്യക്തി, സുനീഷ് M, ഇതാരാണ്, എന്താണ്? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട്, ഉത്തരങ്ങൾ പലതും പറയുന്നുണ്ട്, അതൊന്നുമല്ല വിഷയം. ഉത്തരം കൃത്യമായിട്ട് വീണ തായ്ക്കണ്ടി പറയണം. കാരണം അവരുടേതാണ് ഈ കമ്പനി. അവരാണ് ഈ അബുദാബി, ദുബായിലും ഇത് തുടങ്ങി, ഇതിൻ്റെ ശാഖ തുടങ്ങി. എക്സാലോജിക്കിൻ്റെ ഡയറക്ടർ വീണ T ആണ്, T വീണ.
ആ ടി വീണ മറുപടി പറയണം, അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ എന്തിന് ഈ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഈ പുറത്തു വരാൻ ഉള്ള വിവരങ്ങൾ ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തുന്നതാണ്. അവരെ വലിയ രീതിയിൽ വേട്ടയാടുന്ന എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതാണ് ഇ ഡി പേടി. ഇ ഡിയെ ഈ വാസ്തവത്തിൽ ഇടിച്ചത് അതിനാണ്, ഇ ഡിയെ ആക്രമിച്ചത് അതിനാണ്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരുപാടൊന്നും ഈ കള്ളത്തരം ഒളിച്ചു വെക്കാൻ പറ്റില്ല. സത്യം എന്നായാലും പുറത്തു വരും. അത് പുറത്തു വരാൻ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. എന്തായാലും ഇ ഡിയുടെ അന്വേഷണം വളരെ ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്നു, സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തിരിക്കുന്ന ഹർജി അത് സ്വയം കുഴിച്ച് ഒരു കുഴിയായി മാറാതിരിക്കട്ടെ. നമുക്ക് തൽക്കാലം അത്രയേ പറയാം. കാരണം ഇത് എന്തായാലും അവസാനമായി പറയാനുള്ളത്, എന്തായാലും ഇത് വി ഡി സതീശൻ സർക്കാരിന്റെ കയ്യിലാണ് ഈ കേസ് അവസാനമായിട്ട് നിൽക്കാൻ പോകുന്നത്. നമ്മൾ ഈ അതെ അത് മാത്രമല്ല ഈ കേസ് നിലവറ തുറക്കുന്നതോടെ വി ഡി സതീശൻ സർക്കാരിന് കേരളത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വരും. കഴിഞ്ഞ 10 വർഷത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ എല്ലാ ബാഹ്യ ഏജൻസികളുമുള്ള ഇടപാടുകളും അന്വേഷണ വിധേയമാക്കാൻ പ്രത്യേക ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക SITയെ തന്നെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ അദ്ദേഹത്തിന് രൂപീകരിക്കേണ്ടി വരും. അതിന് മുഖ്യമന്ത്രിയുടെ ഒരു വിവേചന അധികാരം അതിൽ വേണ്ടി വരും. കാരണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഈ പോലീസിൻ്റെ മൃദുഭാവേ, അതാണത് ദൃഢകർത്തേ ഇല്ല. ദൃഢകർത്തേ സതീശിൻ്റെയിലും ഈ മൃദുഭാവേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കയ്യിലും. അപ്പോൾ അതേ മൃദുഭാവേ ആയിരിക്കും. ഈ ദൃഢകർത്തേ ആവേണ്ടത് വി ഡി സതീശൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അടപടലം പൂട്ടും എന്നതിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല.